നമുക്കിന്ന് ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ ഫ്രൈൻ്റെയും റെസിപ്പി നോക്കിയാലോ. എൻ്റെ ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെള്ളം ചൂടാക്കാൻ വയ്ക്കുക, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം റൈസ് നന്നായിട്ട് കഴുകിയിട്ട് അത് തിളച്ച് വരുന്ന വെള്ളത്തിലോട്ട് ചേർത്ത് വേവിച്ചെടുക്കുക കേട്ടോ. അരമണിക്കൂർ ആകുമ്പോഴേക്കും റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. വേവിച്ചെടുത്ത റൈസ് നന്നായിട്ട് ഊട്ടിയെടുക്കാം. അതിനുശേഷം റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ വേവിക്കാൻ വയ്ക്കുക കേട്ടോ. ചിക്കൻ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചെടുക്കുക. വെന്ത ചിക്കൻ പിന്നെ പിച്ചിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇതിലോട്ട് കോഴിമുട്ട ചിക്കി എടുക്കണം. അതിനായിട്ട് 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചിക്കി എടുക്കുക കേട്ടോ. അത് ചിക്കി എടുത്തതിന് ശേഷം മാറ്റി വയ്ക്കുക. പിന്നെ വെജിറ്റബിൾസ് എടുക്കാം. ക്യാരറ്റ്, ബീൻസ്, ഉള്ളി ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ ചൂടാക്കി വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ്. അതിനുശേഷം മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർക്കാം. അതുപോലെ തന്നെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കണം. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുരുമുളകും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും. നിങ്ങൾ എടുക്കുന്ന റൈസിനനുസരിച്ച് വേണം സ്പൈസസും ഉപ്പും ഒക്കെ ചേർക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുക. സോയാ സോസ് ചേർത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൈസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. റൈസിലോട്ട് വെജിറ്റബിൾസും സ്പൈസസും ഒക്കെ ചേരുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയും കൂടി നോക്കാം. സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, ഉപ്പ് എന്നിവയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് വേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ആ എണ്ണയിലോട്ട് തന്നെ ചിക്കനും കൂടെ ചേർത്ത് പൊരിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ മുളകിൻ്റെയും വേപ്പിൻ്റെ ഇലയുടെയൊക്കെ ഫ്ലേവർ ആ എണ്ണയിലോട്ട് പിടിക്കും. അപ്പോൾ അത് ചിക്കനിലോട്ടും കൂടി ചേരും കേട്ടോ. നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.